കുട്ടികൾക്ക് ഫ്രണ്ട്സൊക്കെ വന്നിട്ട് ഫുള്ള് അവരൊക്കെ പറയുന്ന വെച്ച് കഴിഞ്ഞാൽ ജഫാക്ക് നല്ല തമാശ പറഞ്ഞ് നല്ല രീതിയിലാണ് പോയത്. ഫ്രണ്ട്സിന്റെ അടുത്ത് ഫുൾ കോമഡി വർഷലും റോസ്റ്റിങ്ങും അങ്ങനെയെല്ലാം ആയിട്ട്. അപ്പൊ ഫ്രണ്ട്സ് എല്ലാരോടും എന്തെങ്കിലും ഇതിൽ ബിഹേവിയറിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആരും പറയുന്നില്ല. ഈവൻ ഫ്രൈഡേ ഉച്ചക്ക് അവൻ ജുമാക്ക് പള്ളി പോകുമ്പോൾ വരെ അവൻ ഓക്കെ ആയിരുന്നു എന്നാ പറയുന്നത്. കാരണം ഡ്രൈവർ വന്നിരുന്നു ഇവിടെ, അവന്റെ സ്കൂൾ ഡ്രൈവർ വന്നപ്പോഴും പോലും ഡ്രൈവറോട് പോലും നല്ല രീതിയിലാണ്. ചെറുപ്പത്തിൽ അവൻ LKG തൊട്ട് എടുത്ത ഇതാണ് സന്തോഷേട്ടാ എന്തൊക്കെയാണെന്നുകൊണ്ട് പുറത്ത് തട്ടിയിട്ടാ പോലും സംസാരിച്ചത്. മീൻസ് വെരി കൂൾ മാൻ. ഫ്രൈഡേ ആഫ്റ്റർനൂൺ അതല്ലാണ്ട് വേറെ ഓപ്ഷൻ വേറെ ഒന്നും. ഐ മീൻ ഇവന്റെ ഒന്നെങ്കിൽ എന്തെങ്കിലും ബിഹേവിയറിൽ എന്തെങ്കിലും ചേഞ്ചസ് കാണണം. അങ്ങനെ ഒരാൾക്കും ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. ഇവന്റെ ഫ്രണ്ട്സിന് ഫീൽ ചെയ്തിട്ടില്ല, നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇവൻ കണ്ടിന്യൂസ്ലി ക്ലാസ് കഴിഞ്ഞാൽ ഉണ്ടാവാന് കണ്ണൂരിലെ ലിബർട്ടിയിൽ ഉണ്ടാവാന്, അവിടെ ട്യൂഷന് പോകുന്നതും സൈക്കിൾ ഓടിക്കാൻ പോകുന്നതും ഒക്കെ അവിടെ നിന്നാണ്. അവിടെ ഒരാൾക്കും ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ എപ്പോഴും പറയും മാം എന്തിനാ മാം, ഞാൻ എൻ്റെ ഞാൻ പേഴ്സണലി പോലും പറഞ്ഞിട്ടുണ്ട്. സ്കൂളിൽ പോയിട്ട് കാണാതെ പേഴ്സണലി പോലും എൻ്റെ ഓഫീസിലേക്ക് വന്നതിനാൽ പോലും ഞാൻ മാമിനോട് പറയാം. ഇല്ല നമ്മള് കാരണം പിന്നെ ലാസ്റ്റ് അവന്റെ ബോഡി എടുക്കുമ്പോഴാണ് ബോഡി എടുക്കുമ്പോ എല്ലാരും ഉണ്ടായിരുന്നു. പക്ഷെ അവരോട് ഞാൻ ബോഡി കണ്ടപ്പോൾ ചോദിച്ചപ്പോൾ അവര് കാണുന്നില്ല എന്നാ പറഞ്ഞേ. നമ്മളിപ്പം അസിസ്റ്റന്റ് കമ്മീഷണറോട് കാര്യം പറഞ്ഞിട്ടുണ്ട്. അവര് ഇതിന് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ വേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അസിസ്റ്റന്റ് കമ്മീഷണറോട് ഇന്നലെ മിഞ്ഞാന്ന് വന്നപ്പോഴേ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിരുന്നു. അതുകൊണ്ടാണ് അവര് വെയിറ്റ് ചെയ്യുന്നത്. അല്ല ഒരു കുട്ടിക്ക് മീൻസ് ആ ഒരു മിസ്സിന്റെ ഇത് കൊണ്ട് ഇനി അങ്ങനെ ഒരാൾക്കും സംഭവിക്കണ്ട. ഡിഫറെന്റ് അല്ലേ അത്. പ്രധാന അധ്യാപികക്കെതിരെ പ്രേരണാകുറ്റം ചുമത്തണമെന്ന് നിങ്ങളുടെ ആവശ്യം. നമ്മൾ ഒരിക്കലും നമ്മളെ മോൻ കാരണം ആരും വിഷമിക്കണമെന്നില്ല. പക്ഷെ അവൻ വിഷമിച്ചതിന് അവൻ എന്തെങ്കിലും ഒരു ഇത് കിട്ടണ്ടേ. അവരിവിടെ വന്നിട്ട് അതാണ് ഒന്നാമത്തെ വിഷയം. അവരുടെ ഡ്രൈവറിനെയൊക്കെ കൂട്ടി വന്നിട്ട് ആ ബോഡി എടുക്കുന്ന സമയം ഇവിടെ സ്പ്രെഡ് ചെയ്തെന്ന് വെച്ചാൽ എൻ്റെ മകന് ഞാൻ ഫോൺ നിഷേധിച്ച് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് അവൻ ഹാങ് ചെയ്തു എന്ന്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഓഫീസിലെ CCTVയിൽ എനിക്ക് കാണിച്ചു തരാൻ പറ്റും, ഇപ്പോഴും കാണിച്ചു തരാൻ പറ്റും. എൻ്റെ അടുത്ത് റെക്കോർഡിംഗ് ഉണ്ട്. അവൻ ഫോൺ യൂസ് ചെയ്യുന്നുണ്ട് ആ 31st നൈറ്റ്. കാരണം അവിടെ ഉള്ളത് പിന്നെ വിഷ്വൽ മാത്രമല്ല ഓഡിയോ കൂടി റെക്കോർഡിംഗ് ഉള്ള ഒരു CCTV. ഇവൻക്ക് ഫോൺ എന്ന് പറയുന്നത് എന്താ കിട്ടിയാ കിട്ടി, കാരണം എന്റെ ബാഗിലാ ഉണ്ടാവുക. അവൻ അറ്റ്ലീസ്റ്റ് ചോദിച്ചാൽ ഞാൻ കൊടുക്കും. അത് അവന് വേണമെങ്കിൽ സാധനം സൈക്ലിംഗ് ഇലക്ട്രിക് സൈക്കിൾ ഉണ്ടായിരുന്നു. അത് കണ്ണൂരിലുള്ള ആർക്ക് ചോദിച്ചാലും അറിയാം. തളാപ്പ് സൈഡ്, സ്റ്റേഡിയം സൈഡ് കറങ്ങും. തളാപ്പ് സൈഡ്, സ്റ്റേഡിയം സൈഡ്. ഇവൻ കണ്ണൂർ ഏത് സൈഡ് ഇപ്പൊ എത്താൻ ബാക്കിയുള്ളതെന്ന് അറിയില്ല. എല്ലാ സൈഡും ഇവൻ ആ സൈക്കിൾ എടുത്ത് കറങ്ങും. കാരണം സ്റ്റേഡിയത്തിലെ ആരോപിക്കുന്നു. അവർക്ക് അറിയാലോ, വ്യക്തമായിട്ട് അറിയാലോ ഈ മാത്സിൽ കുട്ടിക്ക് മാർക്ക് കുറഞ്ഞതും മാത്സ് ടീച്ചറെ വെക്കാത്തതും അവർക്കൊരു ഇഷ്യൂ ആയിട്ട് വരുമെന്ന് അവർക്കറിയാം. കാരണം ആസ് എ പാരന്റ് ഞാൻ എന്നും മോള് പഠിക്കുന്ന കാലം തൊട്ട് LKG തൊട്ട് ഞാൻ സ്കൂളിനോടും മാനേജ്മെന്റിനോടും യുദ്ധം ചെയ്ത ആളാണ്. ഞാൻ എവിടെയും പോയിട്ട് ആരോടും പക്ഷെ ഞാൻ എന്താണ് വേണ്ടത് കറക്റ്റ് ചോദിച്ച് വാങ്ങുന്ന ആളാണ് കുട്ടികൾക്ക് വേണ്ടി. അല്ല മോള് 10th വരെ ഒക്കെ ആയിരുന്നു. അത് അങ്ങനെയല്ല, നമുക്കുള്ളത് ഇതാണല്ലോ. കാരണം ഒരു നല്ലൊരു അവിടുന്ന് ആ ഒരു നല്ലൊരു ഇത് കിട്ടിയിരുന്നു. പിന്നീട് ഇത് പുതിയ പ്രിൻസിപ്പൾ വന്നു. പിന്നെ പ്രിൻസിപ്പൾ ഒരു സാധാ തരത്തിലുള്ള സ്കൂളിലേക്കാണ് ആ സ്കൂളിന്റെ ലെവൽ മാറ്റിയത്. മോള് പഠിക്കുമ്പോൾ ലാസ്റ്റ് ടൈമാണ് ആ മാം വന്നത്. ഇല്ലായിരുന്നു. അത് അവർക്ക് മറച്ചു വെക്കാൻ വേണ്ടി. അപ്പം അത് അവർക്ക് വലിയൊരു ഇഷ്യൂ അല്ല. കാരണം നമ്മളെ അടുത്ത് വാങ്ങുന്ന ചെറിയ ഫീസൊന്നും അല്ല. അത്രയും ഫെസിലിറ്റീസ് തരേണ്ട ഒരു സ്കൂള് ആ ഒരു ഫെസിലിറ്റീസ് തരാതെ അവര് പ്രിൻസിപ്പാൾ തൽക്കാലം വന്ന് എടുക്കുകയാണ് ക്ലാസ്. അവരൊരു അങ്ങനെ ഒരു ടീച്ചറായിട്ടല്ലല്ലോ ഉള്ളത് അവിടെ. അത് അവർക്ക് ഒന്നാമത് കിട്ടുന്നില്ല. ഓരോ ടീച്ചേഴ്സും വന്നു പോകുന്നു. മാക്സിമം ഒരാഴ്ച നിൽക്കും.
അങ്ങനെയൊക്കെ നിന്നിട്ട് പോയിട്ടുണ്ട് എന്ന് ഇവൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്സ് പരീക്ഷയ്ക്ക് മറ്റു കുട്ടികളും തോറ്റിട്ടുണ്ടായിരുന്നു. എല്ലാരും മാർക്സ് ഡൗൺ ആയിരുന്നു. അതുകൊണ്ടാണ് റീടെസ്റ്റ്, അതുകൊണ്ടാണല്ലോ സ്കൂള് റീടെസ്റ്റ് വെക്കാൻ അവരെന്നെ തീരുമാനിച്ചത്. ഇവന്റെ ഫ്രണ്ട്സും അതെല്ലാരും പറഞ്ഞു, എല്ലാരും മാർക്സ് കുറവായിരുന്നു, പക്ഷെ ഇവൻ മാത്രാണ് തോറ്റത്, ഫെയിൽ ആയത് ഇവൻ മാത്രം. ഫെയിൽ ആയതൊന്നും അവനക്ക് വിഷയമല്ല കേട്ടാ, സത്യം പറഞ്ഞു അവൻ അതിനെ കുറിച്ചൊന്നും യാതൊരു പ്രശ്നമില്ല. പറയുന്നു ഓൻ നോർമലി മാർക്സ് ലോ ആയ അതിനെ കുറിച്ച് ജോക്സ് ഉണ്ടാക്കൂ, അതേപോലെ തന്നെ ഇപ്രാവശ്യം ജോക്സ് ഉണ്ടാക്കിയത്. പക്ഷെ പറഞ്ഞിന് ലൈക്ക് ഇപ്രാവശ്യം ഉദയ മാം പറഞ്ഞേരം ഓനക്ക് ഓൻ ഇപ്രാവശ്യം ജോക്ക് തന്നെ ഉണ്ടാക്കിയത് മാം പറഞ്ഞു കഴിഞ്ഞേരം, പക്ഷെ എന്തോ അവർക്ക് ഫീൽ ചെയ്തതിന് ഓനക്ക് സങ്കടമുള്ള പോലെ. പക്ഷെ ഇതൊന്നും ഇങ്ങനെ മാം പറഞ്ഞിന് അല്ലെ മാം എന്ത് മിറാക്കിള ചെയ്യാൻ പറ്റുമോ നമ്മളോട് വന്ന് പറഞ്ഞിട്ടില്ല. അത് അവൻ പെട്ടെന്ന് ഒരു നിമിഷം പറയണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും. കാരണം അല്ല, അവൻ ഫ്രൈഡേ വൈകുന്നേരം വന്നപ്പോ അവൻ എന്നോട് പറഞ്ഞിരുന്നു ഈ ട്യൂസ്ഡേയിലെ ടെസ്റ്റിന് റീടെസ്റ്റിന് നമുക്ക് സെറ്റാക്കാം എല്ലാം ഇതാക്കാം. ഇല്ല, ബാക്കി സ്കൂളുകാരൊന്നും പ്രഷർ അല്ല. ഡ്രൈവറായിട്ടുള്ള ഇവരെയൊക്കെ പിന്നെ ട്രാൻസ്പോർട്ട് ചെയ്ത ഡ്രൈവർ വന്നു ആളാണ് വ്യക്തമായിട്ടുള്ള ഒരു പിക്ചർ തന്നത്. ഈ ഉദയ പ്രിൻസിപ്പൾ എന്ന് പറയുന്ന പ്രിൻസിപ്പൾ വന്നതിന് ശേഷം എല്ലാ സ്റ്റുഡൻസിനെയും ഹരാസ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും എല്ലാം ഹരാസ് ചെയ്യാണ്. പിന്നെ അവിടെ പഴയ ടീച്ചർമാരെയൊക്കെ ഹരാസ് ചെയ്ത് ഒഴിവാക്കുകയാണ്. ഇപ്പം പിന്നെ ആ ഉദയാമ പ്രിൻസിപ്പളിന് പിന്നെ താഴെ നിൽക്കുന്നവരെ മാത്രം അവിടെ സ്കൂളിൽ നിർത്തുക, എന്നിട്ട് ബാക്കി എല്ലാവരും പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെന്ന് പറഞ്ഞാല് പിന്നെ അന്ന് ഈ ഉണ്ടാവാം ഇൻ കേസ് ഇനി അതും, ബിക്കോസ് റീടെസ്റ്റിന് സാറ്റർഡേ കഴിഞ്ഞിട്ട് ഫ്രൈഡേ കഴിഞ്ഞിട്ട് സാറ്റർഡേ സൺഡേ മൺഡേ 3 ദിവസമുള്ള ഇതിനെ കൊണ്ട് മേ ബി അങ്ങനെയൊക്കെ പറ്റിയില്ല. കാരണം രാവിലെ ഞാൻ പോകുമ്പോൾ പോലും അവൻ സ്വാഭാവികമായി എന്നോട് പെരുമാറുന്ന അതേ രീതിയിൽ പെരുമാറി കെട്ടിപ്പിടിച്ച് മുത്തി ഒക്കെ ചെയ്തിട്ട് പോയതാ. ഫ്രൈഡേ നൈറ്റ് എന്നോട് സംസാരിച്ചിട്ട്, ഫ്രൈഡേ നൈറ്റ് എന്ന് വെച്ചാൽ ഇത് നടക്കുന്നതിന്റെ തലേ ദിവസം രാത്രി ഒരു 10:30 ഞാൻ വീട്ടില് നോർമലി വിളിക്കുന്ന പോലെ വിളിച്ചപ്പോ ഞാൻ ഇന്ന സ്ഥലത്ത് ഇവിടെ ഉള്ളതെന്നൊക്കെ പറയുമ്പോ ഹൈദരാബാദിൽ നിന്ന് ഐക്യയിലാണ്, അവിടെ നിന്ന് എന്താ സാധനം വാങ്ങിക്കണ്ടേ. ഓൻ പറഞ്ഞു അവിടെ പെൻസിൽസ് കിട്ടും, അവിടെ ഫ്രീ പെൻസിൽസ് കിട്ടും, അത് കിട്ടുമോ നോക്കണം. അവൻ ഇവിടെ വീട്ടിൽ വന്നിട്ട് രാത്രി ഇവൻ നോർമലി പിറ്റേന്നത്തേക്കുള്ള ഡ്രസ്സും ഒക്കെ അയൺ ചെയ്യാൻ കൊടുക്കുമായിരുന്നു പോലും. അവനെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്, അതൊക്കെ അവിടെ തന്നെയുണ്ട്. ഡ്രസ്സ് എടുത്തു വെച്ചത്, അവന്റെ ഇന്നർ വെയേഴ്സ് ഒക്കെ അവൻ എടുത്തു നോക്കും, അതൊക്കെ സെറ്റ് ചെയ്ത് എല്ലാം വെച്ചു. കാരണം അവൻ പിറ്റേന്ന് വേറൊന്നും ചെയ്യാൻ തീരുമാനിച്ചില്ല. കാരണം പക്ഷെ ആ ഒരു ഉറക്കുന്ന എണീക്കുമ്പോ അവൻ എന്തോ ഒരു വീക്കല്ല. അവന് ന്യൂമറിക്കലി വരുന്ന എല്ലാത്തിലും കുറച്ച് വീക്കാണ്. അതായത് കെമിസ്ട്രിയിൽ ഇപ്പം ന്യൂമറിക്കലി വരും, ഫിസിക്സിലും ന്യൂമറിക്കലി വരുമ്പോൾ അതിൽ കുറയും. ബാക്കി IT ആണെങ്കിലും ബയോളജി ഒക്കെ നല്ല മാർക്സ്. ന്യൂമറിക്കലി ഇത്തിരി അവൻ അത് ആദ്യമല്ല അവനത് എന്തോ അവനൊരു മൈൻഡിൽ നിന്ന് സോർട്ട് ഔട്ട് ചെയ്ത് കിട്ടുന്നില്ല. കാരണം IGCSE ഈസ് എ വെരി ഡിഫിക്കൾട്ട്. അല്ല അതൊന്നും ക്ലിയർ അല്ല, എല്ലാരോടും പറയും, പുറത്തെല്ലാരോടും. അത് ഓരോരാളും പറയുന്നെന്ന് വെച്ചാൽ സ്കൂളിൽ നിന്ന് വന്നിട്ട് സ്കൂളിൽ അവര് പറയുന്നുണ്ടല്ലോ നിങ്ങൾ കുട്ടികൾക്ക് ഫോൺ കൊടുക്കാത്തത് കൊണ്ടാണെന്ന്. പക്ഷെ എന്നെ അറിയുന്ന മൗത്തോ, പക്ഷെ എല്ലാവരും നമ്മളോട് വന്ന് പറയുന്നത് കുട്ടികൾക്ക് ഇത് കൊടുക്കുന്നില്ല, സ്കൂളിന്റെ അവരാണല്ലോ പറയുന്നത് എന്ന് പറഞ്ഞിട്ട്. കാരണം നമ്മൾ പിന്നെ ഇവിടെ മോന്റെ ഈ ഒരു അവസ്ഥയിൽ ഉണ്ടാകുമ്പോൾ. പക്ഷെ ഞാൻ മാമിനോട് ഒരിക്കൽ പോലും ഷൗട്ട് ചെയ്യും, ഞാൻ നല്ല രീതിയിൽ തന്നെയാണ് മാമിനോട് എപ്പോഴും ഉദയ മാമിനോട് സംസാരിക്കാറുള്ളത്. മാം അങ്ങനെ ചെയ്യണ്ട പ്ലീസ് എന്നുള്ള ഒരു വാക്ക്. കാരണം എൻ്റെ മോൻ്റെ ഇത് ആയിപ്പോണ്ടെന്നുള്ള ഒരു ഇതില്ലേ.